ഗ്രാമീണ ടൂറിസം പ്രൊമോഷൻ ലക്ഷ്യം വെച്ചും ഒപ്പം പ്രകൃതി സംരക്ഷണം ലക്ഷ്യം വെച്ചുമാണ് ഇപ്പോൾ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തും കാണക്കാരി ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പുത്തൂർ പാടശേഖരത്ത് ഒരു വിൻസ് പാർക്ക് തദ്ദേശീയമായ ഒരു ജനപ്രതിനിധികളുടെ കൂട്ടായ്മയിൽ പൊതുജനങ്ങളുടെ കൂട്ടായ്മയിൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സംരക്ഷണം മുൻനിർത്തിക്കൊണ്ട് പ്രകൃതി പഠനത്തിനായി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, പ്രൊഫസർമാർ, പ്രകൃതി നിരീക്ഷകർ, പക്ഷി നിരീക്ഷകർ തുടങ്ങി നിരവധിയായ ആളുകളാണ് ഇന്നിവിടെ പഠനവുമായി ബന്ധപ്പെട്ട് എത്തിയത്. പ്രദേശത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിനൊപ്പം ഗ്രാമീണ ടൂറിസത്തിലൂടെ ജനങ്ങളുടെ ജീവിതവും ജീവിത വിജയവും അവർക്കുള്ള ജീവനോപാധിയും നേടുവാൻ കഴിയുന്ന ഒരു പദ്ധതിയായി ഇതിനെ മാറ്റുകയാണ് തദ്ദേശീയമായ ഈ ശ്രമം. ഇത് മീനന്തലയാർ സംരക്ഷണത്തിൻ്റെ ഒരാശയത്തിൽ നിന്നും ഉടലെടുത്തതാണെന്നുള്ള പ്രത്യേകതയും 1972കളിലെ കാലാവസ്ഥയിലേക്കും പ്രകൃതി രീതിയിലേക്കും ഒരു സമൂഹത്തെ മാറ്റുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എന്നുള്ളതും എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാണ്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ഒരു പുതിയ പാഠം വളരുന്ന തലമുറയ്ക്ക് നൽകുന്ന ഈ കൂട്ടായ്മ അത് നാടിൻ്റെ നന്മയായി മാറുകയാണ്. കാണക്കാരി പഞ്ചായത്തും കിടങ്ങൂർ പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഒരു ഭൂപ്രദേശം പുത്തൂർപ്പള്ളി പാടശേഖര പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യ സാധ്യത വിനിയോഗിക്കുന്നതിലേക്ക് തിരിഞ്ഞ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിച്ചു. മീനന്തലയാർ കൊടിവിറർ പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. അത് എണ്ണപ്പനകൾ പറിച്ച് നെൽകൃഷി വ്യാപിപ്പിക്കുക, പിന്നെ തോടിനെ ശുദ്ധമാക്കാനായിട്ട് തോട്ടിലെ അനധികൃത മത്സ്യബന്ധനങ്ങളെ നിരോധിച്ചു, നഞ്ചിടിയിലിനെ നിരോധിച്ചു. ഏതാണ്ട് 200 ശിഷ്ടം ഏക്കർ നിലം, തരിശ് നിലം 25-30-35 വർഷങ്ങൾ തരിശായി കിടന്നിടത്ത് നെൽകൃഷി പുനഃസ്ഥാപിച്ചു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ ഒരു ടൂറിസം, ഈ ഗ്രാമത്തെ ഉൾക്കൊള്ളിച്ചൊരു ടൂറിസം പദ്ധതി, കാരണം മീനന്തലയാർ കൊടിവിറർ പദ്ധതി കോട്ടയം ജില്ലയിൽ മലരിക്കൽ, ആമ്പൽ, വസന്തം, അതുപോലെ ഇവിടെ നീറിക്കാട്, തണലോരം, പുഴയോരം, അങ്ങനെ വിവിധ ടൂറിസം, ഗ്രാമീണ ടൂറിസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ആശയം വന്നു. അപ്പോൾ ഒരു തവണ ഇതിൻ്റെ വിത ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ സാർ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ പൊക്കിയെടുക്കണം, ടൂറിസമാക്കണം, ആ കാര്യത്തിലേക്കൊന്ന് കേന്ദ്രീകരിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അതോടനുബന്ധിച്ചാണ് ഞങ്ങളൊരു മൺസൂൺ ടൂറിസം എന്നുള്ള ആശയം, വെള്ളപ്പൊക്ക കാലത്ത് ലൈഫ് ബോട്ടുകൾ, ഫെഡൽ ബോട്ടുകൾ, അതൊക്കെ കൊണ്ടുവന്ന് പരിപാടി നടത്താം. അപ്പം പുന്നംകുര്യൻ സാർ, നമ്മുടെ 4 മണിക്കാറ്റിലെ പ്രൊഫസർ പുന്നംകുര്യൻ സാറിനെ ഈ പരിപാടിക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു. സാറ് അല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ ഒപ്പം ഉള്ള ആളാണ്. അപ്പം പ്രത്യേക സാർ ഇവിടെ വന്നപ്പോഴാണ് വിവിധ ഇനം പക്ഷികൾ, നേപ്പാൾ തുടങ്ങിയ ഇടങ്ങളിലെ പക്ഷികളെ കണ്ടപ്പോൾ നമുക്ക് ഇതൊരു തുടർ വികസന പരിപാടിയായിട്ട് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകാം, നിരന്തരം ആൾക്കാരെ ഞാനിവിടെ എത്തിച്ചോളാം, നമുക്ക് പക്ഷി നിരീക്ഷണ പാഠശാല ഒരുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ പരിപാടിയിലേക്ക്. സാറേ, 4 മണിക്കാറ്റ്, പുഞ്ചവയൽക്കാറ്റ്, കൈപ്പഴക്കാറ്റ്, അങ്ങനെ നിരവധിയായ പാതയോര ടൂറിസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ഇതിൻ്റെ അനന്ത സാധ്യതകൾ എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഈ 4 മണിക്കാറ്റ് അതുപോലെയുള്ള പദ്ധതികളുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം അതിനേക്കാളൊക്കെ മികച്ചതാണ്. ഇപ്പോൾ നമുക്ക് ഈ പക്ഷി നിരീക്ഷണത്തോടൊപ്പം മൺസൂൺ കാലത്ത് ഈ പാടശേഖരത്തിൽ വെള്ളം കയറി 1-1.5 ആഴ്ചയോളം വെള്ളം നിൽക്കും. അപ്പോൾ നമ്മൾ ബോട്ടിങ്, അതുപോലെ സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ആളുകൾക്ക് ഒരുക്കി കൊടുക്കുക. അത് തൊഴിൽ മേഖലയിൽ ഗ്രാമീണ ജനങ്ങൾക്ക് നൽകുന്ന ഒരു തൊഴിൽ സാധ്യതയും വരുമാന സാധ്യതയും കൂടെ എങ്ങനെ കാണുന്നത്? ഈ ടൂറിസം ഗ്രാമീണ ഇതിൽ വികസിക്കുമ്പോൾ ഈ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും
അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ചെറിയ ചെറിയ കുടുംബശ്രീ യൂണിറ്റുകളെ അതുപോലെയുള്ള യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 മണിക്കാറ്റിൻ്റെ ഒരു മാതൃകയിൽ നമുക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ തന്നെ മറ്റ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ചെറുതായിട്ട് തുടങ്ങി നല്ല രീതിയിൽ ഇത് വികസിപ്പിച്ച് കൊണ്ടുവരുവാനും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ റോഡിൻ്റെ വീതി കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒക്കെയായി ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. റോഡിൻ്റെ സൈഡ് വീതി വർദ്ധിപ്പിച്ച് കെട്ടി അവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കുക. ഇപ്പോൾ വൈകുന്നേരങ്ങളിലും മറ്റും ആളുകൾക്ക് വന്നിരിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. രാവിലെ ആണെങ്കിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപ്പാത ഒരുക്കുക. അങ്ങനെയൊക്കെയുള്ള വിവിധ പദ്ധതികളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. പുത്തൂർപ്പള്ളി പാടശേരി പ്രദേശത്ത് ഇപ്പം നിങ്ങൾ നിരീക്ഷണം നടത്തുമ്പോൾ അപൂർവങ്ങളായ സസ്യങ്ങളെ, വംശനാശം വന്നുപോയ കൈതയടക്കമുള്ള സസ്യങ്ങളെ, അത്യപൂർവ പക്ഷി ഇനങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പക്ഷികളടക്കമുള്ളവർ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എത്ര വലുതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി വളരെ അധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. സസ്യങ്ങൾ, അതോടൊപ്പം തന്നെ ബട്ടർഫ്ലൈസ്, ബേഡ്സ്, അതുപോലെ ഒരുപാട് തുമ്പികൾ, പലതരത്തിലുള്ള തുമ്പികളുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബേഡ്സ്, മൈഗ്രേറ്ററി ബേഡ്സ് ഉണ്ട്, ദേശാടന പക്ഷികളുണ്ട്. മറ്റ് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന കുറേ പക്ഷികളുണ്ട്. ഒരു 40-ലധികം പക്ഷികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് വളരെ ജൈവ സമ്പുഷ്ടമായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റ് വലിയ പുറത്തുനിന്നുള്ള മറ്റ് ഒരു ഇടപെടലുകളൊന്നും ഇല്ലാതെ കിടക്കുന്നതുകൊണ്ട് കൂടുതൽ പക്ഷികളും ചിത്രശലഭങ്ങളും മറ്റ് വള്ളിച്ചെടികളും കാട്ട് ചെടികളും ഒക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ശരിക്കും ഇതൊരു പഠന കളരിയാക്കി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം വരത്തില്ല? തീർച്ചയായും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ ബയോളജിക്കൽ സ്പീഷീസും, അത് തുമ്പി, പക്ഷികൾ, ബട്ടർഫ്ലൈസ്, അതെല്ലാം നമുക്ക് പഠനവിധേയമാക്കാവുന്നതാണ്. പലതരത്തിലുള്ള പുല്ലുകളുണ്ട്, പലതരത്തിലുള്ള കുറ്റിച്ചെടികളുണ്ട്, ഇവിടെയുള്ള സസ്യങ്ങളുണ്ട്, പുറത്തുനിന്ന് വന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന സസ്യങ്ങളുണ്ട്. അത് വളരെ നല്ല രീതിയിൽ പഠനവിധേയമാക്കാവുന്നതാണ്. ഇത് സംരക്ഷിക്കപ്പെടേണ്ട തീർച്ചയായും സംരക്ഷിക്കപ്പെടേണ്ട. ഇതേപോലെയുള്ള ഈ റിപ്പേറിയൻ ഫോറസ്റ്റ്, ഈ നദികളോട് ചേർന്നിട്ടുള്ള ആ വനവും ആ സ്പീഷീസും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെട്ടാൽ നമ്മുടെ ജൈവ വൈവിധ്യം നന്നായിട്ട് സംരക്ഷിക്കപ്പെടാനായിട്ട് പറ്റും. പാടാ, ഈ പുത്തൂർപ്പള്ളി ഭാഗത്തെ പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഈ സംരക്ഷിക്കപ്പെടാനായിട്ട് കഴിയുന്നത് വലിയൊരു പ്രകൃതിയോട് കാണിക്കുന്ന ഒരു വലിയ സന്ദേശമായിരിക്കും. മാഡത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നിരീക്ഷണം നടത്തിയപ്പോൾ തോന്നിയത്? ആരൊക്കെ ചേർന്നാണ് ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ക്യാമറയിലേക്ക് അങ്ങോട്ട് പോകാം. ടൈസിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കോളേജിൽ നിന്ന് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് വൈക്കത്തിൽ നിന്ന് ഞാനും വേറൊരു ടീച്ചറും പിന്നെ സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഈ മേഖലയിലുള്ള ഇതിനോട് താല്പര്യമുള്ള വ്യക്തികൾ ഒത്തിരി പേര് ചേർന്നിട്ടുണ്ട്. മോട്ടോളം ഒരു 40 പാർട്ടിസിപ്പൻസ് എന്നാണ് ഞാൻ അറിഞ്ഞത്. 3 ടീമായിട്ടാണ് നമ്മളിത് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കാണെങ്കിലും പുതിയ ജനറേഷൻ പിള്ളേർക്കാണെങ്കിലും അവർക്ക് പലതും
മൊബൈലിൽ കണ്ടുള്ള ശീലമേ ഉള്ളൂ. നേരിട്ട് പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അവർക്ക് സാധ്യതകളുണ്ട്, പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു രീതിക്ക് എനിക്ക് സ്റ്റൈസ് നടത്തുന്ന എല്ലാ പരിപാടിയോടും എനിക്ക് യോജിപ്പുള്ളത് മെയിനായിട്ടും ആ ഒരു കാര്യത്താലാണ്. കാരണം കുട്ടികൾ ഈ നേരിട്ട് നേച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, ഈവൻ അവരുടെ ക്യാരക്ടറിൽ പോലും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഒരു റിയൽ സെൻസ് ഓഫ് ബയോഫീലിയ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പല സർവേസിലും പങ്കെടുത്തതിൽ എനിക്ക് കിട്ടിയേക്കണ ഒരു റിസൾട്ട് അതാണ്. ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസിന് ഇവൻ ഞാനിപ്പോൾ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപികയാണെങ്കിൽ പോലും മറ്റു കുട്ടികൾക്കും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും കുറച്ച് പേരൊക്കെ അതിൽ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രകൃതിയെ അടുത്തറിയുവാൻ ഒരു ഇൻട്രാക്ഷൻ നടത്തുവാൻ കുട്ടികളുമായിട്ട് എത്തിയപ്പോൾ തോന്നിയ ഒരു ഫീലിംഗ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും. കാരണം നമ്മൾ എത്ര ഇപ്പോൾ പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ മാഗസിനിൽ കൂടെയോ അല്ലെങ്കിൽ മൊബൈലിലെ ഫോട്ടോസിൽ നമ്മൾ കാണിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു റിയൽ സെൻസിൽ ആ ഒരു നോളേജ് നമുക്ക് അവർക്ക് എത്തിക്കാൻ പറ്റില്ല, അവർക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ അവർ നേച്ചറിൽ റിയൽ ലാബിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, നമുക്ക് സന്തോഷം കിട്ടുന്നു, അവർ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും പലപ്പോഴും. അപ്പോൾ അത് ഒരു ആസ് എ ടീച്ചർ അത് എനിക്കും വളരെയധികം സന്തോഷം കിട്ടുന്ന കാര്യമാണ്. സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അവർക്ക് അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രകൃതിയാകുന്ന ലാബിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ അതെ. ഓക്കെ, താങ്ക് യു. സാറേ, പ്രകൃതി പഠനം വരും തലമുറയുടെ ഒരു ഭാവി സുരക്ഷ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. പ്രകൃതിയാകുന്ന ഒരു ലാബിലാണ് നിങ്ങളാകുന്ന മുതിർന്നവരും നിങ്ങളുടെ കൈപിടിച്ച് വളരുന്ന കുരുന്നുകളും പ്രകൃതിയെ അടുത്തറിയാനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാധാന്യം ഒരു സംസ്കാരമാക്കി മാറ്റുവാനുള്ള ഈ ശ്രമങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചിനങ്കരിപ്പാടത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നത്? 2 പഞ്ചായത്തുകൾ കാണക്കാരിയും കിടങ്ങൂരും അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്നു എന്ന് ഓരോ കാഴ്ചയിലും ഓരോ കണ്ണുകളും തിരിച്ചറിയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയും? മീനച്ചിലാർ, മീനനിലാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തേക്ക് പ്രത്യേകിച്ച് ആദ്യമായിട്ടൊരു ശ്രദ്ധ വന്നത്. ഈ തരത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് നമ്മളിവിടെ തോടുകൾ വൃത്തിയാക്കി, ഇവിടെ സോമൻചേട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടന്നു. അതിനുശേഷം ധാരാളം തരിശു നിലം കൃഷിയായി തുടങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തെ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു ഒരു സ്ഥിരമായ സംവിധാനം ഉണ്ടാവണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയുള്ള ജൈവ വൈവിധ്യത്തെക്കുറിച്ചൊരു പഠനം നടത്താമെന്ന് തീരുമാനിച്ചത്. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ് ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇത്തരത്തിലുള്ള സർവേകളും അതുപോലെ ഗവേഷണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ജൂനിയർ നാച്ചുറലിസ്റ്റ് കോഴ്സ് പോലുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നത്. ഇവർ കോളേജ് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സംഘത്തിലുണ്ട്. പ്രധാനമായും ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഹാബിറ്ററ്റ്സ് ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലം. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളമുണ്ട്, പാടമുണ്ട്, തോടുകളുണ്ട്, അതുപോലെ ചെറിയ കുന്നുകളുണ്ട്, ഇതുപോലെ ഭൂമിയുണ്ട്. അപ്പോൾ കരപ്പക്ഷികൾക്കും ജലപക്ഷികൾക്കും ദേശാടന കിളികൾക്കൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല എന്ന് ഉള്ളതും മറ്റൊരു അനുകൂല ഘടകം. അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്കെല്ലാം ഒരു താവളം ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം 50-ലധികം പക്ഷികളെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസം തുടങ്ങുന്ന ദേശാടന കിളികളുടെ ദേശാടന സീസണിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു സർവേ കൂടെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ തോതിൽ ഇതിൻ്റെ നമ്പർ ഉയരും. അപ്പം കേരളത്തിലെ ഏത് നാട്ടുപക്ഷി സങ്കേതങ്ങളുമായിട്ട്, കടലുണ്ടി പോലുള്ള നാട്ടുപക്ഷി സങ്കേതങ്ങളുമായിട്ട് കിടപിടിക്കുന്ന ഒന്നായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അത് ഉയർന്നു വരേണ്ടതുണ്ട്. അത് പ്രഗോള പക്ഷി മാപ്പിംഗ് സംവിധാനങ്ങളിലൊക്കെ ഇത് ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഗവേഷകർ അത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതോടുകൂടി കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയും ഈ പക്ഷികൾ മാത്രമല്ല ഇവിടെയുള്ള മറ്റ് തുമ്പികൾ, അതുപോലെ സസ്യവൈവിധ്യം ഇതിനൊക്കെ ശ്രദ്ധിക്കപ്പെടും. മത്സ്യവൈവിധ്യം ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നതുകൊണ്ട് ഇത് അവരനുഭവിച്ചറിയുകയാണത്. അതുകൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ ശാസ്ത്രനാമം ഉൾപ്പെടെ ജീവികളുടെ പറയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. ഈ ഗ്രാമീണ സൗന്ദര്യം ഒരു ടൂറിസം ഹബ്ബാക്കിയും കൂടെ ഈ പ്രദേശത്തെ മാറ്റുവാൻ അനുവദിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞാൽ നിലവിലെ കൺവെൻഷണൽ ടൂറിസമായിട്ട് നമുക്കിതിനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഇത് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഒരു എക്കോളജിക്കൽ ടൂറിസം, ഇക്കോ ടൂറിസമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ബയോഡൈവേഴ്സിറ്റി ഇവിടുത്തെ അതുകൊണ്ടാണ് ഇവിടെ ഇന്നും നമുക്കൊരു പ്രത്യേകിച്ച് നിർമ്മിതികളൊന്നും ആവശ്യമുണ്ടാവില്ല. ഞങ്ങളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം നമുക്ക് ചെറിയ ഏതെല്ലാം തരത്തിലുള്ള ഒരു ടൂറിസം പ്രൊജക്റ്റ് ആയിരിക്കും ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് സാധ്യമാകുന്നത്? ഇവിടെ ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഉടൻ നമ്മൾ ആലോചിച്ച് വരുന്നത് ഒരു പക്ഷി പഠന കേന്ദ്രമാണ്. എന്ന് വെച്ചാൽ നാട്ടുപക്ഷികളെ പഠിക്കാനായിട്ട് പറ്റിയൊരിടം എന്ന നിലയിൽ സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് അധ്യാപകർക്ക്, അമച്വർ പക്ഷി നിരീക്ഷകർക്ക്, പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വരാനും ഈ കേന്ദ്രങ്ങളിൽ പക്ഷി നിരീക്ഷണം നടത്താനും, അപ്പോൾ അതിന് ഉള്ളൊരു പശ്ചാത്തല സൗകര്യം എന്ന് വെച്ചാൽ ഗൈഡുകളായിട്ടും ആളുകളെ കൊണ്ടുപോകാനും ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കണമല്ലോ, അല്ല അതൊക്കെ ഒരു പെയ്ഡായിട്ടുള്ള സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ സമിതി വേണ്ട പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ അതോടുകൂടി ഇത് കൂടുതൽ പേരെ ആകർഷിക്കാനും കോളേജുകൾക്കും സ്കൂളുകൾക്കൊക്കെ ഒരു പാക്കേജ്, 1 ഡേ സ്റ്റഡി പാക്കേജ് ഇവിടെയൊക്കെ കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ സാർ. ഓ യെസ്. സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ പൂക്കളാൽ വിടർന്നു നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ ഒരു നൈർമല്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ പഠന സംഘവും എത്തി നിൽക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഇത്തരത്തിലൊരു പഠന കേന്ദ്രം വരികയും അതിനെ ഒരു 4 മണിക്കാറ്റ്, പുഞ്ചവയൽക്കാറ്റ്, മറ്റ് വിശ്രമ കേന്ദ്രങ്ങൾ എന്ന തലത്തിലേക്ക് മാറ്റുമ്പം നമ്മുടെ പ്രദേശത്തുണ്ടാകുന്ന ജനങ്ങളുടെ മാനസിക ഉല്ലാസം ഏത് തലത്തിലേക്ക് ഉയർത്തുവാൻ കഴിയും? അതിന് തദ്ദേശ സ്ഥാപനം നൽകുന്ന പിന്തുണ എന്തായിരിക്കും? നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. കാരണം നമ്മുടെ കടപ്പൂർ പ്രദേശത്ത് ഇങ്ങനെയൊരു വ്യത്യസ്തമായ രീതിയിൽ 4 മണിക്കാറ്റില്ല, നമ്മൾ അങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അതിനുശേഷം നമ്മുടെ ഏറ്റവും നമ്മുടെ സോമുചേട്ടനും അതുപോലെ ബിജു ഒക്കെ അവരിങ്ങനെ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അതിനെ ഒരു കൂട്ടായ്മ വിളിച്ച് കൂട്ടുകയും അതിൻ്റെ ആ പ്രത്യേകത നമ്മൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഈ പ്രദേശമൊക്കെ വന്ന് കണ്ടതാണ്. നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങൾ കുറേ പേര്, വളരെയധികം പേര് അവിടെ സംഘടിച്ചു. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊരു തീരുമാനം എടുക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും ബഹുമാനായ പുന്നംകുടി സാർ അവിടെ വരികയും ഈ പ്രദേശത്തെ ഇതിലുപരി ഒരു ഭക്ഷ്യസങ്കേതമായി മാറ്റാൻ കഴിയും എന്ന് സാറിൻ്റെ നിരീക്ഷണത്തിൽ കാണുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മുന്നോട്ട് വന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ 3.5 വർഷത്തോളമാകുന്നു നമ്മുടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലാക്കി, അത് ആയുർവേദ ഡിസ്പെൻസറിയാണ്, അത് ഹോസ്പിറ്റലാക്കി മാറ്റാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ സ്ഥലം പഞ്ചായത്തിൻ്റെ പേരിലേക്കാക്കി കഴിഞ്ഞു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അപ്പോഴിതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴേ ഈ പ്രദേശത്തിൻ്റെ പ്രാദേശികമായി ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തുക, കാരണം ഇത്രയും അടുത്ത് എൻ്റെ വീട്ടുമുറ്റത്താണെന്ന് പറഞ്ഞാൽ ഈ പ്രദേശം കാണാതെ പോയി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അപ്പുറമെല്ലാം നമുക്കറിയാവുന്ന പ്രദേശമാണ്. നല്ല രീതിയിൽ, കാരണം ഒരു
എല്ലാ വിധത്തിലും നമുക്ക് പ്രയോജനം കിട്ടുന്ന ഒരു സ്ഥലം. അത് പ്രത്യേകിച്ച് കുടുംബശ്രീകൾക്ക് കുറേ കടകളൊക്കെ സെറ്റിൽ ചെയ്യാനും അതുപോലെ തന്നെ വൈകുന്നേരം ആൾക്കാർക്ക് അവിടെ വന്നിരുന്ന് ആസ്വദിക്കാനുമുള്ള ഒരു എപ്പോഴും നല്ല കാറ്റാണ് ആ പ്രദേശത്ത്. വളരെയധികം സന്തോഷമാണ്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതുപോലെ കൂട്ടായ പ്രവർത്തനം ഇതിനാവശ്യമാണ്. അനുബന്ധിച്ച് നമ്മുടെ കാണക്കാരി പഞ്ചായത്തിൻ്റെ എയും ഓവർസിയറും നമ്മളോടൊപ്പം ഉണ്ട്. അവർ ഈ പാടശേഖരത്തിന് ആ വരമ്പ് കാണില്ലേ, ചെറിയ വരമ്പ്, അതിന് ഭൂവസ്ത്രം നിർമ്മിക്കാനായിട്ട് നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം വെട്ടി തെളിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കും. ഭൂവസ്ത്രം കൊടുത്തിട്ട് മനുഷ്യർക്ക് നടന്നു പോകാനോ സൈക്കിളിലൊക്കെ പോകാൻ പറ്റുമോ അപ്പോഴത്തേക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാനും പ്രാദേശികമായി പ്രത്യേകിച്ച് കടപ്പൂർ പ്രദേശം നമ്മുടെ സ്വന്തം നാടെന്ന് പറയുന്ന വളരെയധികം ഉന്നതിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുള്ള കാൽവെപ്പാണ്. ഒരാളുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിനപ്പുറത്ത് മാനസികാരോഗ്യം കൂടിയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത്. അതിന് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ വേണം. ഈ ഗ്രാമത്തിൽ ഇത്തരത്തിൽ ഒരു ടൂറിസം പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ജൈവ ഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുമ്പോൾ നാടിനുണ്ടാകുന്ന സാമ്പത്തിക സ്രോതസ് സൈക്ലിംഗ് ആയിട്ടുള്ള എക്കണോമിക്കൽ ഫ്ലോ ഉണ്ടാകുന്ന വരെയുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത് ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായാൽ? ഇത് എന്നെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും ഏറ്റവും ഗുണകരമായിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇത് വരും കാലങ്ങളിൽ ലോകമൊട്ടുക്കും ശ്രദ്ധിക്കേണ്ട തരത്തിലേക്ക് ഇതിനെ മാറ്റുവാൻ നമ്മുടെ പുന്നൻകുര്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പും നമ്മൾ പല പ്രവർത്തനങ്ങളും ഇതോടൊപ്പം സഞ്ചരിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ശരിക്കും ഈ കടപ്പൂർ എന്ന ഗ്രാമത്തെ സംബന്ധിച്ച് വളരെ ഇതിൽ പരം ഒരു പ്രോജക്റ്റ് ഈ ഗ്രാമത്തെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം പ്രകൃതി ഭംഗി ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ കടപ്പൂരിനെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഈ നാട്ടിലെ ആൾക്കാർക്കും അതുപോലൊപ്പം നമ്മളോടൊപ്പം മേൽഘടകത്തിൽ നിൽക്കുന്ന MLA അടക്കമുള്ള ആളുകൾക്ക് കഴിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവരെ MLA ഒക്കെ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചാണ് ഈ വിഷയങ്ങൾ. അപ്പോൾ ഈ 2 പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കാണക്കാരിയും കിടങ്ങൂരും കേന്ദ്രീകരിച്ച്. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്ന കിടങ്ങൂരും കാണക്കാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ ഇതിനോടൊപ്പം മറ്റു നാടുകളിലുള്ള ആൾക്കാർക്കും ഒക്കെ വന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളിപ്പോൾ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമുക്ക് നാട്ടുകാരുടെ ഇടയിലുള്ള ഒരു ഭീതിയുണ്ട്. അതായത് ഈ വന്നു പോകുന്നവർക്ക് ഇതൊക്കെ വലിയ സ്വർഗ്ഗമാവുക, പിന്നെ ഇവിടെ താമസിക്കുന്നവർക്കൊരു നരകമായിട്ട് മാറുന്ന ഒരവസ്ഥ ടൂറിസം എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ആളുകൾക്കിടയിലുണ്ട്. അതിന് നമ്മുടെ കേരളത്തിൽ മൊത്തത്തിലൊരു മാറ്റം വരേണ്ടതുണ്ട്. അതിനാണ് ഉത്തരവാദിത്വ ടൂറിസം എന്ന ഒരു നിലയിലും വില്ലേജ് ടൂറിസം എന്ന നിലയിലും പുതിയ പല പ്രോജക്റ്റുകളും രൂപം കൊണ്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളിൽ ഒന്നാമതായിട്ട് നിൽക്കാൻ എന്തുകൊണ്ടും സാധിക്കാവുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മളിവിടെ ആലോചിക്കുന്ന ഈ വില്ലേജ് ടൂറിസവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു പ്രോജക്റ്റാണെന്ന് അതാണ് പറയാനുള്ളത്. നമ്മൾ ആലോചിക്കുന്നത് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ് ഇന്ന് കേരളം ആലോചിക്കുന്നത്. അപ്പോൾ ഈ നോളജ് ബേസ്ഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഒരു 100% നോളജ് ബേസ്ഡ് ആകാൻ സാധ്യതയുള്ള അങ്ങനെ ആക്കാവുന്ന ഒരു പ്രോജക്റ്റാണിത്. അതായത് പക്ഷി നിരീക്ഷണം മാത്രമല്ല, പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം, ആ പഠനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പാഠശാല, അതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ, അത് പഠിക്കാനെത്തുന്ന ആളുകളെ, അത് ഇതിൻ്റെ എക്കോണമിയിലേക്ക് മെർജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധ്യതയിലേക്ക് നമ്മളിത് തുറക്കുകയാണ്. അപ്പം നോളജ് ബേസ്ഡ് എക്കോണമിക്ക് വേണ്ടി എന്ത് ഈ സംസ്ഥാനത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ ആ ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നാണ്
പറയാനുള്ളത്. ഈ പുത്തൂർപ്പള്ളി ചീനങ്കരിച്ചാൽ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരു വിൻസ് ക്ലബ്ബ് രൂപീകരിക്കുകയും വിൻസ് പാർക്ക് രൂപീകരിക്കുകയും അത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു ഗേറ്റ് വേ ആയി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു പഠന സംഘം ഇവിടെ എത്തിക്കഴിഞ്ഞതോടുകൂടി കാഴ്ചപ്പാടിലാകെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. കണ്ടെത്താൻ കഴിയാത്ത പലതും തിരിച്ചറിയുന്നു, പുതിയ പ്രതീക്ഷകളും സാധ്യതകളും തരുന്നു. എങ്ങനെ പ്രകൃതിക്ക് അനുയോജ്യമായി അതിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഗൗരവമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നിങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ സ്വപ്നം എന്താണ്? ശരിക്കും ഇതിൻ്റെ ഒരു തുടക്കം എന്താണ് മീനച്ചിലാർ കൂടൂരാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോഴ കട്ടച്ചിറത്തോടിൻ്റെ ശുചീകരണവും നെൽകൃഷി വികസനവുമായിട്ട് 2017 ആദ്യമായിട്ട് നമ്മുടെ ലൈബ്രറിയിൽ വെച്ചൊരു മീറ്റിംഗ് കൂടുകയും അപ്പോൾ ബഹുമാനോട് അനിൽകുമാർ സാർ ഒരു വാക്യോട് വെച്ച് പറയുകയുണ്ടായി, നമുക്ക് 1972 തിരിച്ചു പോകണമെന്ന്. ശരിക്കും എല്ലാവർക്കും ഒരു ചിരിയാണ് വന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരു പരിഹാസം, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ? ആരെയും ഗവൺമെൻറ് അതോറിറ്റികളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റത്തെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതൊന്നും നടക്കില്ല. നമ്മൾ എല്ലാവരും ഇതിന് ഉത്തരവാദിത്വമാണ്. ഇതിനെല്ലാം ഉടമസ്ഥകൾ വേണം, തോടിൻ്റെ ഉടമസ്ഥർ വേണം, കാടിൻ്റെ ഉടമസ്ഥർ വേണം. അങ്ങനെ ഒരു ചിന്താഗതിയാണ് അന്ന് അവൾ ഉടലെടുത്തത്. പക്ഷേ തുടക്കത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 2017 തൊട്ട് മീനച്ചിലാർ കൂടൂരാർ സംയോജന പദ്ധതിയുടെ പല പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുകയും ചെയ്ത് കോഴ കടച്ചിറത്തോട് വികസന സമിതി എന്ന് പറഞ്ഞ ഒരു ജനകീയ കൂട്ടായ്മ രൂപം കൊള്ളുകയും അതിൻ്റെ പ്രവർത്തനഫലമായി ആദ്യമായി ഞങ്ങൾ ശ്രദ്ധിച്ചത് നെൽകൃഷി, തരിശുജലം കൃഷിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ എല്ലാം പ്രവർത്തനഫലമായി ഏതാണ്ട് 250 ഏക്കറോളം തരിശുനിലം കണക്കാരി പഞ്ചായത്തിൽ തന്നെ പുതുതായിട്ട് കൃഷിയിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇവിടെ വർഷങ്ങളായിട്ട് 25-30 വർഷമായിട്ട് കൃഷി ചെയ്യാതെയും ഇവിടെ എണ്ണപ്പന കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും ഒരു വരുമാനവും കിട്ടാതെ കാട് കയറി കിടക്കുന്ന പാടങ്ങളുണ്ടായിരുന്നു. എണ്ണപ്പനകൾ പറിച്ചു മാറ്റി അവിടെ കൃഷി ഇറക്കുക എന്നുള്ള ഒരു പദ്ധതിയിലിട്ട് വന്നു. അത് വളരെ വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു. ഏതാണ്ട് കോഴ തൊട്ട് കട്ടച്ചിറ വരെയുള്ള തോടുകൾ ശുചീകരിച്ചു. ബണ്ടുകൾ തോടുകളും വെച്ചുള്ള മീൻ പിടിച്ച് നശിപ്പിക്കുന്ന ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ശക്തമായ ഇടപെടലുകളും പോലീസും ഫിഷറീസ് വകുപ്പിനെയൊക്കെ ഇടപെടുത്തിക്കൊണ്ട് അത് നമുക്ക് നിർത്തലാക്കുവാൻ ഒരു പരിധിവരെ, പിന്നെ നഞ്ചിട്ട് മീൻ പിടിക്കുക, അങ്ങനെയുള്ള അത് നിർത്തലാക്കിയതോടുകൂടി മത്സ്യസമ്പത്ത് വളരെയധികം ഈ തോട്ടിൽ വളരുകയും അങ്ങനെ വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് നമുക്കൊരു ഉത്തരവാദിത്ത ടൂറിസം അല്ലെങ്കിൽ ഒരു വില്ലേജ് ടൂറിസം എന്ന രീതിയിൽ നമുക്കിതിനെ ഡെവലപ്പ് ചെയ്താൽ നാട്ടിലുള്ള ജനങ്ങൾക്കും ഇവിടെയുള്ള ആൾക്കാർക്കും ഒരു വരുമാനവും അതോടൊപ്പം നാടിൻ്റെ ഒരു വികസനവും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റിലോട്ട് വന്നത്. താങ്ക് യു. ഗ്രാമീണ ടൂറിസം പ്രൊജക്റ്റ് എന്നൊരു ആശയത്തിൽ നിന്നും ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തും കാണക്കാരി ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഈ പുത്തൂർ പാടശേഖര പ്രദേശത്ത് നമ്മൾ കാണുന്നത്. പ്രദേശത്തെ 2-3 പാടശേഖര പ്രദേശങ്ങളിൽ വിസ്തൃതമായി കിടക്കുന്ന പ്രകൃതി സൗന്ദര്യം ആർക്കും ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു ടൂറിസം ഏരിയയായി മാറ്റുകയും ഒരു പാരിസ്ഥിതിക സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റുകയും കുട്ടികളുടെ ഒരു പഠന കളരിയാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയിലേക്കാണ് വിൻസ് പാർക്ക് എന്ന സംരംഭം ഗ്രാമീണ ടൂറിസം പ്രൊജക്റ്റായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിന്തുണയോടെ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കുട്ടികളും കോളേജ് അധ്യാപകരും പക്ഷി നിരീക്ഷകരും അടക്കമുള്ളവർ ഇന്ന് ഈ പാടശേഖരത്ത് സന്ദർശനം നടത്തുകയും അതിൻ്റെ ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കുകയും അതിൻ്റെ സംരക്ഷണ സാധ്യതകൾ മനസ്സിലാക്കുകയും അതുവഴി വരും തലമുറയ്ക്കായിട്ടുള്ള ഒരു പാഠപുസ്തകമാക്കി ഈ പ്രദേശത്തെ മാറ്റുവാനുമാണ് അവർ തയ്യാറെടുക്കുന്നത്.
മറ്റാരാലും കണ്ടെത്തുവാൻ കഴിയാത്ത നിരവധിയായ സസ്യജാലങ്ങളും പക്ഷികളും തുമ്പികളും പൂമ്പാറ്റകളും എന്നുവേണ്ട ഈ ആവാസ വ്യവസ്ഥിതിയെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന പാമ്പ്, ആമ, കീരി തുടങ്ങി ഒട്ടനവധിയായ ജീവനങ്ങളും നമ്മളിവിടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രദേശത്തെ മനോഹരമാക്കുവാനും ആ പ്രദേശം ഗ്രാമീണ ജനതയുടെ നാളുകളിലേക്കുള്ള ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റുവാനും ഒപ്പം പ്രദേശത്തെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർത്തുവാനും തദ്ദേശീയമായ നിരവധിയായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനും ഇവർക്ക് കഴിയും. ഈ ലാഭനഷ്ടങ്ങൾക്കെല്ലാം അപ്പുറം നാളെ വരുന്ന ഒരു തലമുറയ്ക്കായി, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമോ എന്നുള്ള ചോദ്യത്തിനു മുന്നിലേക്ക് സാധ്യമാണ്, എങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്ന ഒരു ശരിയായ പാഠം, പ്രകൃതിയുടെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെ ഒരു പഠനകളരിയാക്കി മാറ്റുവാൻ കോളേജ് അധ്യാപകരും പക്ഷി നിരീക്ഷകരും പ്രാദേശികമായിട്ടുള്ള നേതാക്കളും തദ്ദേശീയ സ്ഥാപന മേധാവികളും അടക്കമുള്ളവർ ഒത്തുചേർന്നതിൻ്റെ ഒരു വിജയദിനമായാണ് ഇന്ന് നമ്മൾ ഈ ദിനത്തെ കാണുന്നത്. പാറിപ്പറക്കുന്ന പക്ഷികൾ, നിരവധിയായ ദേശാടന കിളികൾ എന്നുവേണ്ട പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഇവിടെ ഒത്തുചേരുന്നത്. ഈ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വരുന്ന ആളുകളിൽ നൂറുകണക്കായ ജനത ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തും എന്നതിൽ സംശയമില്ല. ഒരു മനുഷ്യൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം തന്നെ അവൻ്റെ മനസ്സിൻ്റെ ആരോഗ്യവും അവൻ്റെ സന്തോഷവും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ബാലപാഠമാണ് ഈ പ്രകൃതി പാഠം നമുക്ക് പകർന്നു നൽകുന്നത്. പുത്തൂർ പാടശേഖരത്തു നിന്നും ക്യാമറാമാൻ ജോഫിൻ ജേക്കബിനൊപ്പം AR രവീന്ദ്രൻ, JJ വിഷൻ.